വിവിധ തരം സൈഡ് ഡിഷസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതൊരു പുഡിംഗ് ആണ്. അതിനായിട്ട് ഞാൻ 20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് അല്പം പാലൊഴിച്ച് കുതിരാനായിട്ട് വെക്കണം. അതിനുശേഷം ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെക്കണം. പിന്നെ 10 ഗ്രാം ചൈന ഗ്രാസ്, ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അതൊന്ന് 100 മില്ലി വെള്ളത്തിൽ കുതിരാൻ വെക്കണം. കുതിർത്തെടുത്തതിന് ശേഷം ഡേറ്റ്സും നേന്ത്രപ്പഴവും കൂടി ഒന്ന് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ട് വീണ്ടും അല്പം കൂടി പാലൊഴിച്ച് ഒന്നുകൂടി ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. കാരണം ഇതൊന്ന് അരിച്ചെടുക്കാനുള്ളത് കൊണ്ട് കട്ടിയായാൽ അരിച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് അത് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സിൻ്റെ തൊലികളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 100 ml കണ്ടൻസ്ഡ് മിൽക്കും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒപ്പം തന്നെ ചൈന ഗ്രാസ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചൈന ഗ്രാസ് കുതിർക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് അടുപ്പിൽ വെച്ച് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചൂടും നമ്മൾ ഇനി ഒഴിക്കുന്ന പാലിൻ്റെ ചൂടും ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ വേണം ഈ പാലിലേക്ക് മിക്സ് ചെയ്യാൻ. 500 ml പാൽ ഒരു കടായി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാറാവുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കുമ്പോഴത്തേക്ക് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. അപ്പോൾ തന്നെ അതേ ചൂടിൽ തന്നെ ഈ ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകാൻ തുടങ്ങും. നന്നായിട്ട് ബാറ്റർ കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3-4 തുള്ളി വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുത്ത് ഇപ്പം നല്ല പേസ്റ്റായി വരുമ്പോഴത്തേക്കും, കുറുകി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനെ ഒരു മോൾഡിലേക്ക് പകർന്നു വയ്ക്കണം. മോൾഡില്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചാലും മതി. പകർന്നു വെച്ചതിന് ശേഷം ഒരല്പം തണുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഡേറ്റ്സ് തന്നെ ഇട്ട് അണ്ടിപ്പരിപ്പും ഡേറ്റ്സും ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതിനെ ഒന്നും ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ, മിനിമം 3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. അതല്ല അങ്ങനെ വേണ്ടാത്തവരാണെങ്കിൽ അല്പം ലൂസിന് കഴിക്കാനാണെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഡേറ്റ്സും ബനാനയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. അധികം ചിലവൊന്നും ഇല്ലാത്തൊരു പുഡിങ്ങാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലൂസാണ്. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാച്ചുറൽ മധുരമാണ്, ഷുഗർ ചേർക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവർക്കും ഈ ഡേറ്റ്സും ബനാനയും ചേർത്തത് കഴിക്കുന്നത്